ഇപ്പൊ ഞാൻ വീട് ഹലോ അപ്പോൾ ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു പറഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്ത് നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഓൺ ചെയ്തിടാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ധൈര്യത്തിൽ. കണ്ട വണ്ടി സ്റ്റാർട്ടായി. AC ഒക്കെ ഒന്ന് കൂട്ടി നല്ല സെറ്റാക്കി വെക്കാൻ വേണ്ടി കയറിയതാണ് ഞാൻ. അപ്പോൾ ക്യാമറ നോക്കിയിരിക്കാം, ഒരു സൈഡിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്തോ വരുന്നുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. അതിന് മുമ്പേ വേറൊരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു. പാട്ട് നിർത്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഒട്ടും കേൾക്കില്ല. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. എനിക്കറിയില്ല നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെന്ന്. നിങ്ങൾ ചിലപ്പോൾ ഉച്ചയ്ക്കോ വൈകുന്നേരം രാത്രി, ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നുണ്ടാവുക. പക്ഷെ എന്തായാലും ഞാൻ രാവിലെ എടുക്കണോണ്ട് ഞാൻ രാവിലത്തെ ഗുഡ് മോർണിംഗ് തന്നെ പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയത്തിനായി 6:50. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഞാനൊരു ചെറിയ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാമറ ഓൺ ചെയ്തിരിക്കുകയാണ്. എൻ്റെ HDMI വന്നിട്ട് HDMI കൂട്ടത്തേക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ AC ഒക്കെ ഓൺ ചെയ്ത് കാറിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എൻ്റെ ക്യാപ്ഷനിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അതായത് നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും, ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല, അധികം വീഡിയോസ് ഇടാറില്ല. ഒരു മാസമായിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. പക്ഷെ എനിക്ക് അസുഖമൊന്നും ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനിങ്ങനെ വെച്ച് ബോറടി. പിന്നെ എനിക്ക് ഒന്നാമത് എൻ്റെ ഫോണിൽ കുറേ വീഡിയോസ് നിറഞ്ഞു കിടക്കാം. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഗൈസ്, ഭയങ്കര മടി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. കുഴപ്പമില്ല, ഞാൻ നന്നാവും എല്ലാ ദിവസവും വിചാരിക്കും, പക്ഷെ നന്നാവാറില്ല. അതിനാണ് പ്രശ്നം. കുഴപ്പമില്ല, ഞാൻ ഇപ്രാവശ്യം എന്തായാലും നന്നാവും ഗൈസ്, ഉറപ്പായിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വളരാതെ അടിച്ചിട്ട് തന്നെ ഇതിൻ്റെ സമയം നോക്കുമ്പോൾ 2 മിനിറ്റായി. നമുക്ക് ബാക്കി വീഡിയോ കൂടി എടുക്കണ്ടേ. അപ്പോൾ ഞാൻ നമ്മുടെ യാത്ര സ്റ്റാർട്ടായിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കണ്ടില്ല കേട്ടോ ഈ കാവ്. സത്യം എന്ന് ഞാൻ വിചാരിക്കും ആശാരിക്കാവ് പറയുമ്പോൾ പിരിവിനൊക്കെ വരാറുണ്ട് ഇവിടുന്ന്. അപ്പോൾ പിന്നെ ഹലോ, ഞാൻ പിന്നാലേക്ക് എത്തി. ഇപ്പം ഞങ്ങൾ ഇവിടെ കല്ലടിക്കോടാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടുന്ന് മുക്കാലി പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ ട്രാവലിംഗ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് മുക്കാലി. ഈ ഒരു ഡോറയിലൊക്കെ പറയണ പോലെ നമ്മളിങ്ങനെ പോകുന്നത് മുക്കാലിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥലം കാണാനാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സ്ഥലമൊക്കെ കൂടി കാണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വഴി നല്ല പ്രകൃതി രമണീയമായ വഴിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചു നേരം കാണും. എൻ്റെ വളവള ഞാൻ കുറച്ചു നേരം നിർത്താം. അപ്പോൾ ഭഗവാൻ കൂടി വിചാരിച്ചിട്ട് ഇത്ര നേരം സുഖമായിട്ട് റോട്ടിൽ കൂടെ നേച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോയല്ലോ. അപ്പോൾ ഇത്തിരി ഒരു കടപട ആവട്ടെ എന്ന്. അപ്പോൾ ഇവിടെ ഫുള്ള് ഓഫ് റോഡാണ് എന്ന് വെച്ചാൽ ഫുള്ളായിട്ടില്ല, പക്ഷെ നമ്മുടെ സൈലൻറ്റ് വാലിക്ക് പോണ വഴിക്കുള്ളതാണ്. ഇവിടെ ജെല്ലിയും കൂടി ഇട്ടിട്ടില്ല, ഫുള്ള് മണ്ണും പൊടിയൊക്കെയാണ്. കാരണം ഗ്ലാസ് ഒക്കെ കയറ്റി പോകണോണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും ആയി നമുക്ക്.
എടുത്തിട്ട് കുപ്പിക്കൊണ്ട് പോകണം. തലയിൽ എണ്ണ ഇട്ടത് ദിവസം മുടിയൊക്കെ ചെമ്പിച്ചു. അങ്ങനെയല്ല, ചൂട് എടുത്തിട്ട് വയ്യ, ഒരു തണുപ്പ് വേണ്ടേ. ആരോ പറഞ്ഞു ലാസ്റ്റ് ഹലോ ഹായ് പറയൂ. അങ്ങനെ അവസാനം ഞങ്ങൾ ഇങ്ങനെ സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ആ കാണുന്നുണ്ട് ആ ബിൽഡിംഗ്, അതൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ ഞങ്ങളിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ സമയം എത്രയും തന്നെ സമയം നോക്കട്ടെ. സമയം 8:20 ഞങ്ങളിപ്പോൾ സൈലന്റ് വാലിക്ക് പോകുന്ന ഒരു വഴി ഇങ്ങനെ ഒരു ഹെയർ പിന്നൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോർമലി ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, ബാംബു ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി ഭക്ഷണം കഴിക്കാൻ നിൽക്കാറ്. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോഡിൽ ഇന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയി അമ്മ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചിട്ടുണ്ട്. ചിന്തിക്കണ്ട, നമ്മുടെ ഫുഡൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. രാവിലത്തെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് സെറ്റായിട്ട് അത് മതി. എന്താ ഫുഡ്? എന്താ ഫുഡ്? അപ്പൊ കൂടെന്താ? ചട്നി. ആയിക്കോട്ടെ. അപ്പൊ ഇത് ആപ്പവും ചട്നിയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആപ്പവും ചട്നിയൊക്കെ ഉണ്ട്. അമ്മ പച്ചപ്പിൽ പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ അപ്പം ആ ഹോട്ടലിൽ നിന്ന് പോയി ചായ മേടിക്കാൻ പോയിട്ടുണ്ട്. ചായ കിട്ടി തോന്നുന്നു. ചായയും കൊണ്ട് വരുന്നുണ്ട്. നമുക്കിതിലെടുക്കാം. അച്ഛനിപ്പോൾ വരും. എൻ്റെ ബാക്കിൽ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് എൻ്റെ അച്ഛനെ കാണുന്നതായിരിക്കും. ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുന്നത്. ആളെ കാണാനില്ല ഇവിടെ. അതാ ആ ഷർട്ട് ഇട്ട് വരുന്ന ആളെ എന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇവിടെത്തി അതാണ്ട ചായയും കൊണ്ട് എത്തി. അതന്നെ ആ വരുന്ന ചുള്ളനാണ് എൻ്റെ അച്ഛനൊക്കെ. എന്റെ കാലിലൊക്കെ മുടി ഉറുമ്പന്നൊക്കെ. ചായ എനിക്ക് ചായ വേണ്ട പറഞ്ഞ. അപ്പൊ രണ്ടാള് ചായ കൊടുത്തിട്ട് ഓഹോ ഫുൾ പ്രിപ്പറേഷനായിട്ട് വന്നിരിക്കുന്നു വീട്ടിൽ നിന്ന്. വീടോ പെട്ടെന്ന് ചിരിക്കുക. പ്ലേറ്റിനെ തരാം. ഞങ്ങളതിലൊക്കെ എല്ലായിടയിലും പ്ലേറ്റ് ഉണ്ട്. ഉറപ്പിച്ചിരിക്കുക കളയണ്ട. പ്ലേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് പിന്നെയും കാണാം. ഓക്കെ ചേ, നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. കഴിച്ചിട്ടില്ലല്ലോ. നന്നുണ്ടോ? അപ്പൊ ഹലോ ഗായ്സ്, ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് പോയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ഒന്നൊരു വീഡിയോ എടുക്കാൻ വെച്ചാൽ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. റോട്ടിലൊക്കെ നോക്കിക്കാണാം, ഫുള്ളുണ്ട്. ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സൊക്കെ കുറേ ഒരു 5-6 ടൂറിസ്റ്റ് ബസ് ഞങ്ങൾ ഇത്ര നേരത്തിൻ്റെ ഇടയിൽ കണ്ടു. ടൂറിസ്റ്റ് ബസ് നല്ല തിരക്കുണ്ട്. ഇന്ന് ലീവും കൂടിയല്ല. അപ്പം പിന്നെ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി തോന്നുന്നു. അറിയില്ല, ഒന്നും വല്ലാതെ തിരക്കുണ്ട്. പക്ഷെ ഒരു ക്ലൈമറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് ഒരു ചെറിയ തണുത്ത ക്ലൈമറ്റ്. എന്ന് വെച്ചാൽ തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ ഡ്രസ്സ് തന്നെ സ്വെറ്ററൊന്നും അങ്ങനെ ഒന്നും ഇടണ്ട. പക്ഷെ ലൈറ്റ് തണുപ്പ്. നമ്മുടെ അടുത്ത് ഈ ചൂടിൻ്റെ ഇടയിൽ ഇവിടെ വരുമ്പോൾ ഒരു സുഖം. നമ്മൾ ഈ AC ഒക്കെ ഇടുമ്പോൾ തുടക്കത്തിൽ ഒരു ചെറിയ തണുപ്പ് ഉണ്ടാവില്ലേ, പിന്നെ എൻ്റെ റൂം തണുക്കുള്ളൂ. ആ ഒരു തണുപ്പ്, ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കേണ്ട ഒരു നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ ഞങ്ങളിവിടെ ഈ മറ്റേ എന്താണ് സോയിൽ എറോഷനെ കുറിച്ചൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. ഇവിടുത്തെ റൂട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞാൽ അതൊക്കെ കുറച്ച് നേരം സംസാരിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റ് ആയിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതല്ല നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. പക്ഷെ നമ്മളിവിടെ എത്തി. ഇവിടെ ജീപ്പൊക്കെ ഇവിടെ സൈലന്റ് വാലി പറയുന്ന സ്ഥലം അത്. അപ്പോൾ ഇവിടെ അമ്മ അപ്പോൾ തൽക്കാലം ഒരു സാധനം മേടിക്കണം പറഞ്ഞു ഇവിടുത്തെ ഏക്കോ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ സാധനം മേടിച്ച് അവസാനം നമ്മൾ നമ്മുടെ ഇതിലെത്തി. ഇതൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ പേരെന്തായിരുന്നു? പാക്കുളം ബ്രിഡ്ജാണ് കേട്ടോ ഇത്. അപ്പോൾ അച്ഛൻ്റെ എല്ലാം താഴെക്കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിലോട്ട് എത്താറായി. നമ്മളിപ്പോൾ അവിടെ പോയിട്ടൊന്ന് നോക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചില്ല ഔട്ട് ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഇവിടെയൊക്കെ വേസ്റ്റ് ഒക്കെ. ഇവിടെ എത്ര നല്ല സ്ഥലമാണ്, നല്ല രസമൊക്കെ ഉണ്ട് കളിക്കേഷനൊക്കെ. ഇവിടെയൊക്കെ വേസ്റ്റ് ഇട്ട് വെച്ചിരിക്കുക. സോറി വീട് നല്ല സ്ഥലമാണ് ഗൈസ്. നല്ല വെള്ളം. നമുക്കിങ്ങനെ വെള്ളത്തിൽ കുറച്ച് ഇറങ്ങി ഇങ്ങനെ പതുക്കെ കുറച്ച് വെള്ളമുള്ളൂ. നടക്കാൻ പാകത്തുള്ള വെള്ളമുള്ളൂ.
ഇപ്പൊ ഞാൻ വീട് അവിടെ ആൾക്കാരൊക്കെ ആദ്യം അവരെടുത്തു. ഇവിടെ വെള്ളം വിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് കുഴപ്പമില്ല. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഇത്തിരി വെള്ളത്തിലൊക്കെ കളിച്ച് നമുക്ക് കുറച്ച് വെള്ളമുള്ളൂ. നല്ല ക്ലിയർ വാട്ടറാണ്, നല്ല ക്ലിയർ ആണ്. ഞാൻ ക്ലിയർ വാട്ടറാണ് ഉണ്ടോ, ഫുൾ നല്ല അടി വരെ കാണാം, ക്ലിയർ. പതുക്കെ എല്ലാരും വെള്ളത്തിന് അമ്മ ഞാൻ അപ്പൊ മണ്ടടിച്ച് വീണ്ടോ. ഇതാ അമ്മ പോകുന്നു. അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി ഏതാ സ്ഥലം എനിക്കറിയില്ല. ഞാൻ അതിന്റെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഡോൺ KSRTC പോകുന്നുണ്ട്. ഇന്ന് ഫുൾ വരുന്ന വഴിക്കൊക്കെ നിറയെ KSRTC ഒക്കെ പോകുന്നുണ്ട്. നിങ്ങളുടെ ടൂറിന്റെ KSRTC എന്തോ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ KSRTC ഡോൺ ബ്രിഡ്ജിന്റെ വീഡിയോ എടുക്കട്ടെ. കൊറേ ദൂരം ഇങ്ങനെ പോയി ചാവടിയൂർ ബ്രിഡ്ജ് പറഞ്ഞിട്ട് ഓടി വന്നതാണ്. പക്ഷെ ഇവിടെ വെള്ളമില്ല, ഫുൾ കല്ല്. പക്ഷെ കല്ലേ ഉള്ളൂ. ഇത് ബ്രിഡ്ജിന്റെ താഴെ കല്ലാണ്. ഈ റോക്ക് ഗാർഡൻ ഒക്കെ പോലുള്ള ഒരു സ്ഥലമാണിത്. നമ്മുടെ ഡ്രൈവർ കുഞ്ഞപ്പൻ ഞങ്ങൾ കൊറേ ദൂരം. ഞാൻ ഈ വഴി ആക്ച്വലി വരുമ്പോ എടുത്തില്ല. ഞാൻ ബ്രിഡ്ജല്ലേ വലിയ കാര്യത്തിൽ അതൊക്കെ കാണിച്ചിട്ട് ഞാൻ വഴിയൊന്നും എടുത്തിട്ടില്ല. ഈ വഴി നിങ്ങൾക്ക് കണ്ടറിയാം. ആക്ച്വലി ഇങ്ങനെ ശരിക്കും റൂറൽ ഏരിയ കൂടെ ഒക്കെ ഉള്ള കൊറേ വഴികളാ. തിരിച്ചു വളഞ്ഞ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇതാണ് സംഭവം ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ റോട്ടിൽ കൂടെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ റോഡ് ഫുള്ള് വരണ്ടിട്ടുള്ള ഈ റോട്ടിൽ കൂടെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഞങ്ങള് അവിടുത്തെ ബ്രിഡ്ജ് കാണാൻ വേണ്ടി എന്തായിരുന്നത്, ചാവടിയൂർ ബ്രിഡ്ജിന് വേണ്ടിട്ട് ഞങ്ങൾ ഇത്രയും ദൂരം ഇതിന് വന്ന അവസരം ചാവടിയൂർ ഇതുമാതിരി ഉണങ്ങി കിടക്കണ്ടായിരുന്നു. ക്ലൈമറ്റ് കുറച്ച് പ്ലസന്റ് ആണ്, അത്ര ചൂടില്ല. അത്രയില്ല, നമ്മുടെ അടുത്ത് അത്ര ചൂടില്ല. വെയില് കാണുന്ന പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത്ര ചൂടില്ല ഇവിടെ. കാറ്റിന്റെ ഒരു തണുപ്പുണ്ട്. കാറ്റിന്റെ ഒരു തണുപ്പുണ്ട്. വെയിലിൽ അത്ര ചൂടില്ല. പെട്ടെന്നൊരു ചാട്ടം. അപ്പൊ ഇതാണ് ഈ വഴി. ശരിക്കും നമ്മൾ വല്ല ഡെസേർട്ടിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോണ പോലെയുള്ള ഒരു വഴി. ശരിക്കും ഇങ്ങനെ കുറെ കള്ളിച്ചെടിയും പിന്നെന്താ മുള്ളുള്ള ചെടിയൊക്കെ ആയിട്ട് ഉണങ്ങി കിടക്കുന്ന മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വഴി. അവിടെ ഈ ഏരിയയിലൊന്നും മനുഷ്യന്മാരെ കാണില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദൂരത്തിൽ ഇതുമാതിരി വല്ലത് കണ്ടു, അത്രേ ഉള്ളൂ. മനുഷ്യന്മാരേ ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ സുന്ദരമായ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. ഇത്തിരി മഴയൊക്കെ പെയ്യും വിചാരിച്ചു, മഴ പെയ്തില്ല. മഴ ചതിച്ചു, കുഴപ്പമില്ല. മഴ എപ്പോഴായാലും വരുമല്ലോ, നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സമ്മർ. പിന്നെ അത് മാത്രമല്ല ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ.